ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേസരി അഥവാ സിറ എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് അതാണ്. അതിനായിട്ട് ഒരു 3 സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും അതേ നെയ്യിൽ തന്നെ 1 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ്. അതൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നീട് ഒരു 2.25 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമുക്ക് നിറത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഫുഡ് കളറോ അല്ലെങ്കിൽ സാഫ്രോണൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ചുവ വരും മഞ്ഞൾപ്പൊടിയുടെ. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. പിന്നീട് ഏലക്ക പൊടിച്ചത് ഇട്ടിട്ട് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് നമ്മുടെ റവ ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം വലിയുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1.25 കപ്പോളം പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. 1 കപ്പ് ഇട്ടപ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ 1/4 കപ്പ് പൊടി നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈ വിടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് കിട്ടും. പിന്നീട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 2 സ്പൂൺ നെയ്യാണ്. ആ നെയ്യ് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഒന്ന് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മളെ സിറ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം.